അരങ്ങേറ്റിയ മലയാളത്തിന്റെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം ചെയ്യാൻ നമ്മുടെ കാര്യക്കാരെ ലെറ്റ്സ് വെൽക്കം ടിനി ടോം, ലെറ്റ്സ് വെൽക്കം കലാഭവൻ പ്രജോദ്, ലെറ്റ്സ് വെൽക്കം ഷാജു ശ്രീധർ. ഒപ്പം ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കല്യാണ പാർട്ടികൾ ഏറ്റെടുത്ത് നടത്തി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം വരെ ചാരിറ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് ആണ്. പാതയം ടീം വെൽക്കം. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ ശാന്തിഗിരി ഹൃദയരഞ്ജനി പെയിൻ റിലീവർ ബാം ആൻഡ് കൈർലി TMT സ്റ്റീൽ ബാസിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് വരുന്നത് ആരൊക്കെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. അരങ്ങുകളിൽ ദ്രുതതാളത്താൽ വിസ്മയാന്തരീക്ഷം തീർക്കുന്ന കലാകാരൻ പ്രിൻസ് എബ്രഹാം. കൈവിരലുകളിൽ സംഗീതത്തിന്റെ മാന്ത്രികത ഒളിപ്പിച്ച ഈ 28കാരൻ കുട്ടിക്കാലം മുതലേ സംഗീതോപകരണങ്ങളെ ഒപ്പം കൂട്ടിയിരുന്നു. ഹൈസ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലും കലാലയ കലോത്സവങ്ങളിലും ഡ്രം വായനയിൽ വിജയകിരീടമണിഞ്ഞ പ്രിൻസ് എബ്രഹാം പിന്നീട് പ്രഗത്ഭരോടൊപ്പം നിരവധി വേദികൾ പങ്കിട്ടു. SAE ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈയിൽ നിന്നും സൗണ്ട് എഞ്ചിനീയറിംഗ് കരസ്ഥമാക്കിയ ഈ യുവ കലാകാരൻ DJ ശേഖർ, DJ സാവിയോ തുടങ്ങിയവർക്കൊപ്പവും അകാലത്തിൽ മലയാളികളെ വിട്ടുപോയ സംഗീത സൂര്യൻ ബാലഭാസ്കറിനൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. കൊച്ചി തേവരയിൽ നിന്നുമെത്തിയ പ്രിൻസ് എബ്രഹാമിന് കോമഡി ഉത്സവ വേദിയിൽ സ്നേഹസ്വാഗതം.
DJ മനു എന്നുള്ള പേര് ഓക്കെയാണ്. സാധാരണ DJമാർക്കൊക്കെ വേറെ വൃത്തിയിട്ടല്ല നല്ല പേരുകളാണല്ലോ ഉണ്ടാവാറ്. നിങ്ങള് DJ മനു എന്നുള്ള പേര് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല? ഇല്ല ഇല്ല, അങ്ങനെ പോയാ മതി. തിരിച്ചടാ. മനുവിന്റെ വീട് എവിടെ? കൊച്ചിയാ? എന്റെ വീട് കുനമാവ്, വരാപ്പുഴ. വരാപ്പുഴ. തുടക്ക കാലഘട്ടത്തിൽ, അതായത് DJ ഒക്കെ കേരളത്തിൽ വന്നു തുടങ്ങിയപ്പോൾ പലർക്കും എന്താണ് DJ എന്നുള്ള അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു പിന്നണി ഗായികയ്ക്ക് ഒരു ആലോചന വന്നു. അപ്പോൾ ഭർത്താവ് DJ എന്ന് പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞു, ഈ DJ കൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്താ പറഞ്ഞാൽ എല്ലാവർക്കും സംശയമായിരുന്നു. DJ എന്താണ്, പാൻ കച്ചവടക്കാരെ പോലെയാണല്ലോ. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന കുറേ സാധനങ്ങൾ മറ്റേടും ഇത് ഇങ്ങനെ വെക്കും. എന്താണ് ഈ കച്ചവടം എന്നുള്ളത് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറിന് ഉപയോഗിക്കുന്നത് DJ ആണ് അല്ലേ? ഒരു അവിഭാജ്യ ഘടകം മാറിയിരിക്കുകയാണ്. സ്കൂളിലാണെങ്കിൽ പോലും കോളേജിലാണെങ്കിലും DJ എന്ന് പറഞ്ഞ പരിപാടി ഇല്ലാണ്ടില്ല. ഇപ്പൊ ആ പിന്നണി ഗായിക സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് DJ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട്. ഒരാൾ മതിയല്ലോ, ഒരാൾ മതി, എല്ലാ കാര്യം ചെയ്യും. വീട്ടിലെ കാര്യങ്ങൾ കറി വെക്കണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം എല്ലാം മുളക് ഉപ്പ് എല്ലാം ചെയ്യാൻ പറ്റും, മിക്സ് ചെയ്യാലോ. അതെ. അപ്പൊ ഇത് ഏറ്റവും പുതിയ സാധ്യതയാണ്. പക്ഷെ ഇതൊരു മാനുവൽ, ഇതിന് എന്നൊരു റോയൽറ്റി ഉണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് കഴിവില്ല എന്നല്ല, ഇത് ഒരുപാട് കാലത്തെ സാധകമാണ് ഇദ്ദേഹത്തിന് ഇത്ര പെർഫോം ചെയ്യാൻ സാധിച്ചത്. മാനുവൽ പ്ലേയിങ് ആണ് ഇത്, റെക്കോർഡഡ് ആയിട്ടുള്ള സാധനമല്ല. നിങ്ങൾ അവിടെ ഓരോ സാധനങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അതിന്റെ ടോൺസ് കൗബല്ലല്ലോ, എന്താണത്? ജാം ബ്ലോക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ജാം ബ്ലോക്ക് അല്ലേ? അതെല്ലാം കൃത്യമായിട്ട് അതിന്റെ ടോൺ എന്താണെന്ന് അത് മിക്സ് ചെയ്ത ആൾക്കും പ്രത്യേകം നന്ദി പറയണം. കാരണം അസലായിട്ട് അതിന്റെ ടോൺസ് നമുക്ക് ക്ലാരിറ്റിയോടെ കേൾക്കാൻ സാധിച്ചു. ആരാണ് നമ്മുടെ മിക്സർ? ടിജോ. ചീത്ത പറയുകയും ചെയ്യും, നന്നായിട്ട് മിക്സ് ചെയ്ത്. ഓക്കെ. അപ്പൊ ഈ ചെണ്ട എല്ലാ വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ് ഈസ്റ്റേൺ ഇൻസ്ട്രുമെന്റും സമന്വയിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും, അതായത് റിതം സൈഡ് ആസ്വദിക്കുന്നവർക്ക് എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആധുനികമായ ഇലക്ട്രോണിക്, അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പാരമ്പര്യമായിട്ടുള്ള സംഗീതോപകരണങ്ങളും ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പുതിയ കലാരൂപം ഒരുപാട് സ്റ്റേജുകൾ അരങ്ങേറട്ടെ എന്ന് പ്രാർത്ഥിക്കും. മനു ആൻഡ് പ്രിൻസ്, ശരിക്കും നിങ്ങളുടെ ഈ ഒരു എപ്പിസോഡായിരിക്കും ഇനി അടുത്ത് വൈറലാകാൻ പോകുന്നത്. കാരണം നമ്മൾ ഈ കോംബോ ഒന്ന് DJ സെപ്പറേറ്റ് കണ്ടിട്ടുണ്ട്, ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം സെപ്പറേറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു കോംബോ, നിങ്ങളുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഗംഭീരമാണ്, സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു. അതിൽ ഇപ്പോൾ മനു DJയിൽ പ്ലേ ചെയ്തപ്പോൾ നമ്മൾ ആ ഇത് നോട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നൊരു സംഭവം അത് കറക്റ്റായിട്ട് ഇവിടെ മാനേജ് ചെയ്ത് വളരെ ഗംഭീരമായിട്ട് പ്രിൻസ് അത് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അത് ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമല്ല, ഇതിലിരിക്കുന്ന ഇത്രയും ഇൻസ്ട്രുമെൻറ്റ്സിനകത്ത് തന്നെ എല്ലാത്തിനും പ്ലേ ഉണ്ടായിരുന്നു. ഒന്നിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാതെ ബാക്കി ചെണ്ടയിലാണെങ്കിലും ഇതിലാണെങ്കിലും എല്ലാത്തിലും രസമായിട്ട് അതിൻ്റെ താളം നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന പോലെ തന്നെയാണ്. അപ്പോൾ DJ ഒരു എനർജിയാണ്, അതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ വലിയൊരു പാടുള്ള ഒരു സംഭവം അതിൻ്റെ കൂടെ പിടിച്ചു നിന്നു എന്നുള്ളത് അത് പ്രിൻസിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു. പിന്നെ രണ്ടുപേരും വളരെ രസകരമായിട്ട് നിങ്ങളുടെ ഒരു എനർജി പ്രേക്ഷകരെ തന്നു. ഇനി ഏറ്റവും അധികം വൈറലാകാൻ പോകുന്ന ഒരു കലാരൂപം നിങ്ങളുടെ രണ്ടുപേരുടെ ഈ മിക്സ് കലാരൂപമായിരിക്കും അല്ലേ? നിങ്ങളിപ്പോ പെർഫോം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഒരുമിച്ച് ഇവന്റ്സ് ചെയ്യുന്നുണ്ട്. ലവ്ലി. ഓക്കെ, അടിപൊളി. ചാച്ചടാ, പ്രിൻസ് ഈ അറ്റത്തുള്ള ഇത് യൂസ് ചെയ്തായിരുന്നോ? ഇത് ബോങ്കോസ് ആണ്. ലാറ്റിൻ അമേരിക്കൻ ഇൻസ്ട്രുമെന്റ് ആണ്. യൂസ് ചെയ്തില്ല. കാര്യം മനുവിന്റെ ട്രാക്ക് ഇതിനോട് ഒരു യൂസ്ഡ് അല്ലായിരുന്നു, അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ആ സൈഡിലേക്ക് പോയില്ല. കുറച്ച് എന്തെങ്കിലും ലാറ്റിനോ ട്രാക്ക് ഒക്കെ ഇട്ടാൽ മാത്രമേ അത് ഉപയോഗിക്കാൻ. മനു അതിലേക്ക് എത്തിയില്ലെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് ആ ചെണ്ടയിൽ എത്തിയപ്പോഴാണ് നമ്മൾ അറിയാതെ കൈയടിച്ചു പോകുന്നത്. ആ ചേഞ്ച് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതിലെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, ഇത് എപ്പോൾ ഇവിടെ എത്തുന്നുള്ള ഇതായിരുന്നു.
നന്നായിരുന്നു. കൂടെ നന്നായിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഒരേ ഇതിനകത്ത് വായിക്കുന്ന കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. മാത്രമല്ല സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പെർഫോമൻസിന് വരുമ്പോൾ ഡ്രസ് വേറൊരു കോഡായിരിക്കും, ഡ്രസ് കോഡൊക്കെ ഒരു ജാക്കറ്റ് അതിനകത്ത് അത് ഒരുപാട് സ്റ്റൈലൈസ് ചെയ്തിട്ടാണ് വരിക. പക്ഷേ ഇത് വളരെ കൂളായി സിമ്പിളായിട്ടൊരു ഷർട്ടൊക്കെ ഇട്ട് വളരെ ഒതുക്കത്തിൽ വന്ന് കാര്യങ്ങൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അപ്പൊ കലക്കം പെർഫോമൻസ് ആയിരുന്നു. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ. DJ മനു കേട്ടോ, ഒപ്പം പ്രിൻസ്, രണ്ടുപേരും കേട്ടോ ഗംഭീര പെർഫോമൻസ്. ആ എനർജി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോട്ടെ. ഒരു സമ്മാനമുണ്ട് രണ്ടുപേർക്കും. നമ്മുടെ ബീറ്റ് ബോക്സ് ചെയ്യുന്ന ആദർശനായിരുന്നു ഇവിടെ. അപ്പൊ പുള്ളിക്ക് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന പേര് DJ മണിയൻ എന്നാണ്. അപ്പോ DJ മനു, അപ്പോ പ്രിൻസ് കേട്ടോ, താങ്ക്സ് ലോട്ട് ഫോർ കമ്മിങ്. എല്ലാ കൈയടി. കിടിലം കോമഡി ഉത്സവം ബോർഡ് ബൈ ശാന്തിഗിരി ഹൃദയരഞ്ജനി പെയിൻ റിലീഫ് ബാം ആൻഡ് കാർലി TMT സ്റ്റീൽ വാസൽ. മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ എത്തുന്നു ഉസ്മാൻ തളിപ്പറമ്പൻ, ഹിമേഷ്. ഉസ്മാനെ കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. ഒരു മാസത്തെ ലീവിന് വന്നതായി. ആണോ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? പ്രശ്നമല്ലേ? നല്ല പരിപാടികളൊക്കെ ഇഷ്ടം പോലെ? ഓക്കെ, ഇഷ്ടമുണ്ട്. ആരൊക്കെയാ ലിസ്റ്റിലുള്ളത്? ലിസ്റ്റിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്ക, അതിലൊരു ടിനി ചേട്ടൻ, മിഥുൻ ചേട്ടൻ. അത് ശരി. ഈ തിരിച്ചേട്ടൻ മഹാനടൻ അല്ല എന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നോ? അല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ നിങ്ങള്? മഹാനടൻ തന്നെ. കണ്ടോ, അങ്ങനെ അല്ല കേട്ടാ. ഹിമേഷേ, വെൽക്കം ടു കോമഡി ഉത്സവം. എവിടെയാണ് വീട്? തൃശ്ശൂരാണ്. തൃശ്ശൂര് പോട്ടൂർ എന്ന് പറഞ്ഞ ദേശത്താണ്. വർക്ക് ചെയ്യണത് ബഹ്റിലാണ്. ശരി. അവിടെ മുഹമ്മദ് അഹമ്മദി എന്ന് പറഞ്ഞ കമ്പനിയിൽ HR എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യും. മുഹമ്മദ് അഹമ്മദി അല്ലേ? ഓക്കെ. അപ്പോ അവിടെ HR എക്സിക്യൂട്ടീവ് അവിടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യാറുണ്ട്. 10 വർഷമായിട്ട് ഇപ്പൊ ബഹ്റിലാണ്. അത് ശരി. ഇദ്ദേഹവും ദുബായിലാണ്. അപ്പോ അങ്ങനെ ആരൊക്കെയാ ലിസ്റ്റിലുള്ളത്? ലിസ്റ്റിലുള്ളത് ഉമ്മൻചാണ്ടി, ലാലു ലക്സ്, ജനാർദ്ദനൻ. വെരി ഗുഡ്. തുടങ്ങാം. നമ്പർ പറയൂ ഉസ്മാൻ. നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. ആഹാ, നമ്മുടെ ഇവിടുത്തെ മഹാനടൻ, നമ്മുടെ തിരിച്ചേട്ടൻ. അല്ല മിഥുനെ, ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോക മലയാളികൾ ഉത്സവമായിട്ട് മാറിക്കഴിഞ്ഞു കോമഡി ഉത്സവം അല്ലേ. ഇപ്പോൾ എന്താ പറയുക, ഇദ്ദേഹം അനുകരിച്ച ശബ്ദം ഡിറ്റോ ആണ്. ഇപ്പോൾ മണിച്ചേട്ടൻ എന്താ പറയണ്ടല്ലേ, മണിച്ചേട്ടൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രാക്ചർ ഓഫ് സെക്കൻഡിൽ പോലും കരയിപ്പിക്കാൻ കഴിയുള്ള ഒരു ആർട്ടിസ്റ്റാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസ് എന്താ ബിജുകുട്ടൻ പറയുന്നതിൽ ഒന്നും പറയാനില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു ഭാവിയുണ്ട് അല്ലേ. ഈ ദാഫേദർ മിഥുന്, ദാഫേദർ എന്ന ഫിലിം എനിക്ക് അദ്ദേഹം തന്നിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു ഭാവിയുണ്ട്. ഈ ശബ്ദാനുകരണം പ്രയാസമുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. കാണും. താങ്ക് യു. ഹിമേഷ് പറ നമ്പർ 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. ആഹാ, കിടലം കോമഡി ഉത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരിച്ചോട്ട പ്രചോദട്ട താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഇനി കുറച്ചു നാൾ നമ്മൾ ഒരുപാട് കേൾക്കാനുള്ള ഡയലോഗാ ഇലക്ഷൻ പ്രഖ്യാപിച്ചേ. ഓക്കെ ഉസ്മാൻ, ലിസ്റ്റിലുണ്ട്. ഒരുപാട് സന്തോഷമല്ലേ. ടീച്ചർ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് കോമഡി ഉത്സവത്തിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നില്ലേ. ദുബായിലായാലും ഷാർജയിൽ, അതുപോലെ സൗദി അറേബ്യ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കോമഡി ഉത്സവത്തിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നമ്മുടെ അല്ലേ ദുബായിലും, അതുപോലെ ഒരുപാട് പ്രവാസികൾ. ശരിക്കും പറഞ്ഞാൽ പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ കോമഡി ഉത്സവത്തെ സപ്പോർട്ട് ചെയ്തല്ലേ. പ്രത്യേകം എടുത്ത് പറയണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ്. കാണാം. ഓക്കെ. ഈ ചിരി ഞാൻ ചിരിക്കാറേ. ശരി, കൊള്ളായിരുന്നു ഉസ്മാൻ. ഓക്കെ, ഉസ്മാന്റെ നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. ഗോപകുമാർ സർ. കണ്ണാടിയിലേക്ക് മാലിക പ്രക്ഷേപർക്ക് സ്വാഗതം. കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തു അല്ലേ. താങ്കളുടെ നമ്പർ 8. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. മുകേഷ് ചേട്ടാ, ഈ പിഷാരടിക്കണ്ടല്ല, ഈ പിഷാരടിക്ക് ഒന്നേയില്ല മുകേഷ് ചേട്ടാ. എന്നെ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഓരോ കോമഡി പറഞ്ഞിട്ടാക്കാണ്, അല്ലാതെ പിഷാരടിക്ക് ഒന്നും അറിയില്ല മുകേഷ് ചേട്ടാ. താങ്ക് യു. ലിസ്റ്റ് ഇല്ലാതെ അല്ലേ. ലാസ്റ്റ് നമ്പർ ഉസ്മാൻ.
നമ്പർ 12. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. ലാലു ലെക്സ്. പേഴ്സണലായിട്ട് ഞാൻ അറിയുക അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം. കണ്ടുപോയി ഇറങ്ങി കൊന്നോളഞ്ഞ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ലാണ്ട് പോയതാണ്. ചെന്നി നായകം കാന്താരി മുളക് നല്ല നാടൻ കോഴിയുടെ മുട്ട, അതിന്റെ കൂടെ നല്ല വാറ്റുചാരായം. അതിനെ വെല്ലാൻ ഒരു മരുന്ന് ഇനി കണ്ടുപിടിക്കണം. ആര് കണ്ടുപിടിക്കണം? മുനിമാര് കണ്ടുപിടിക്കണം. കലകി. ഒരു നമ്പർ കൂടി. നമ്പർ 14. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 14. കുഞ്ഞാലിക്കുട്ടി സാർ. എനക്കൊന്നും പറയാനില്ല. ഇവിടുത്തെ ഇയാൾ എന്തായി കാണിക്കുന്നത്? ഞാനിവിടെ ഉണ്ട്. അവൻ അവിടെ ചെയ്തിട്ട് ഒന്നും ശരിയാൻ പോണത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. ചേട്ടാ 2 3 നമ്പർ കഴിഞ്ഞു. ഉസ്മാന്റെ ലിസ്റ്റിനി മമ്മൂക്കയുണ്ട്. മമ്മൂക്ക മാത്രം. മമ്മൂക്കയുടെ കേൾക്കാം. മനസ്സ് നാട്ടിൽ വെച്ചിട്ട് ശരീരം മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. എന്താ ജോലി, എത്രയാ ശമ്പളം ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. നാണക്കെടായിട്ടല്ല, കഷ്ടപ്പാട് അറിയിക്കണ്ടെന്ന് എഴുതിയിട്ട. ഇപ്പൊ ഒരു 10,000 ഇപ്പം നാട്ടിലേക്ക് അയക്കുമ്പോൾ വീട്ടുകാർ എന്താ വിചാരിക്കണേ? 20,000 കിട്ടി, അതിൽ 10 മിച്ചം വെച്ചു 10 അയച്ചല്ലോന്നാ. സത്യത്തിൽ 7,000 കിട്ടിയിട്ട് 3,000 കടം വാങ്ങിയിട്ട് അയക്കുന്നതാ. സങ്കടം ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രട്ടൻ സ്കൂട്ടറിൽ നിന്ന് കിടപ്പിലായപ്പോൾ, നളിനിക്ക് തൊണ്ടക്ക് സുഖമില്ലാതെ ഭക്ഷണം കഴിക്കാൻ വയ്യാതായപ്പോൾ, സതീശന് മഞ്ഞപ്പിത്തം വന്ന് കിടപ്പിലായപ്പോൾ അരികത്തിൽ നിന്നത്തെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. ലിസ്റ്റിലോട്ട് പോവാ അല്ലേ? ഉമ്മൻചാണ്ടി. ഇവിടുത്തെ സ്ഥിതി എന്താണെന്നറിയില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ ശരിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അർത്ഥമാണുള്ളത്. ഒന്ന് നന്നാക്കി എടുക്കുക, മറ്റേതങ്ങ് ക്ലോസ് ആക്കുക. അതാത് ദിവസത്തെ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അന്നത്തെ ദിവസം ആരാ നന്നാക്കേണ്ടെന്നുള്ളത്. അപ്പൊ ഇനി ജനാർദ്ദനൻ. ഇസ്രായേലിന്റെ മണ്ണിൽ കിടന്ന് ഭരിക്കാനാ എന്റെ ആഗ്രഹം. അതിനെന്റെ ചെരിവോളായിട്ട് ഒരു അവസരം ഉണ്ടാക്കി തന്നിക്ക. അതിൻ്റെ ഇടയിൽ ഒരു ഇളകോലിട്ടൊക്കെ ശ്രമിച്ചാൽ സച്ചിദാനന്ദ സത്യമായിട്ട് നിന്റെ 2 കാലും കയ്യും ഞാൻ തല്ലി ഉടിക്കും. ഗ്രിഗറിയാ പറയുന്നത്. എങ്ങനെയുണ്ട് രണ്ടുപേരും മിടുക്കന്മാരാണ്. കാരണം ലിസ്റ്റിൽ ഇല്ലാത്ത TNGയും പറഞ്ഞു, അതുപോലെ തന്നെ അദ്ദേഹം ധർമ്മജൻ. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സ്റ്റേജിൽ കയറി പരിചയമുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിപ്പോൾ ഇതിനു വേണ്ടി മാത്രം വരികയാണെങ്കിൽ 3 പഠിച്ചിട്ടേ വരുള്ളൂ അല്ലേ? അല്ലാതെ കുറെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല സൗന്ദര്യമുള്ള ശബ്ദവും നല്ല സൗന്ദര്യമുള്ള മുഖമാണ്. ഉപയോഗിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ താങ്കളും ഈ ബഹ്റിൻ ദുബായും കൂടിയാണ് മാച്ച് നടന്നത്. ഇപ്പൊ അതെ ബഹ്റിൻ വേഴ്സസ് ദുബായ് ആയിരുന്നു. ഈക്വൽ ആയിട്ടുണ്ട് കേട്ടോ. നാളെ പോവാണല്ലേ? നാളെയാണ് ടിക്കറ്റ് പുള്ളിയുടെ. വിലപ്പെട്ട സമയമാണ് ശരിക്കും വീട്ടിൽ നിൽക്കേണ്ടത്. പക്ഷെ അത് ഒഴിവാക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ എന്തെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ വീട്ടിലുള്ള സമയം നഷ്ടപ്പെടുത്തിയെങ്കിലും ഇവിടെ വന്നിപ്പോൾ ലോകം മുഴുവൻ ഇപ്പൊ താങ്കൾ അംഗീകരിച്ചിരിക്കുകയാണ്. വലിയൊരു ആഗ്രഹമായിരുന്നു ഈ 4ൽ നിൽക്കുന്നുള്ളത്. അപ്പം നമ്മൾ ആഗ്രഹിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നഷ്ടപ്പെടുത്തുമ്പോഴാണ് നമ്മളോട് എത്തുന്നത്. അതിനുള്ള ഫലം ഉണ്ടായി. ഉഗ്രൻ ആർട്ടിസ്റ്റ് ഉണ്ട്, യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ ഫിസിക്കും ഉണ്ട്. അഭിനയ രംഗത്തേക്കും കൂടി കടന്നു വരിക. ഉസ്മാൻ ഹിമേഷ്, ഉസ്മാൻ നമ്മുടെ കോമഡി ഉത്സവത്തിലെ കുടുംബ അംഗമാണ്. പക്ഷെ പുതിയൊരു അംഗം വന്ന് ഞെട്ടിച്ചു കളഞ്ഞു. ഹിമേഷ് ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും പറയില്ല. കാരണം ഇവിടെ കോമഡി ഉത്സവത്തിൽ ആദ്യമായിട്ട് വന്ന് പെർഫോം ചെയ്യുന്ന ആണെന്നുള്ള ഒരു ധാരണ ഇല്ലാതെ, നമ്മുടെ ലിസ്റ്റിലില്ലാതെ ഞെട്ടിച്ച് ധർമ്മജൻ ഗംഭീരമായിട്ട് ചെയ്തു. അതുപോലെ ഞെട്ടിപ്പോയത് ലാലു അലക്സ്, അത് ലിസ്റ്റിലുള്ളതാണെങ്കിൽ പോലും വളരെ ഗംഭീരമായിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടി സാറ്, ഓരോന്നും ഗംഭീര നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഒരുപാട് ആർട്ടിസ്റ്റുകളെ അനുകരിക്കുന്ന ആളാന്ന് തോന്നുന്നു. എന്തായാലും വളരെ ആദ്യമായിട്ട് ചെയ്യുക എന്നുള്ളതിൽ ഒരു മടിയും ഇല്ലാതെ ചെയ്തു എന്നുള്ളതാണ്. ഇനി കോമഡി ഉത്സവത്തിൻ്റെ അടുത്ത സ്റ്റാറായിട്ട് വരികയാണ്. ഇപ്പം തന്നെ സ്റ്റാർ ആയിരിക്കുകയാണ്. ഇനി ഉസ്മാൻ, നിങ്ങൾ ടിനി ടോമിനോട് പലരും അനുകരിച്ചിട്ടുണ്ട്, പക്ഷേ ഏറ്റവും നന്നായിട്ട് അനുകരിച്ചത് ഉസ്മാനാണ്. അതുപോലെ ഞാൻ ഈ മിഥുൻ്റെ ഈ ഹൈ റേഞ്ചിലുള്ള, നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഹൈ റേഞ്ചിലാണ് ആ ചിരിച്ചിരിക്കുന്നത്. പക്ഷെ ഇത്ര മൈന്യൂട്ടായിട്ടുള്ള ചിരി, വളരെ അതായത് സ്ലോ ചിരിയില്ലേ, അത് ഉസ്മാനിൽ നിന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഒന്നുകൂടെ ചിരി മാത്രം, ജസ്റ്റ് അത് ചിരി.
കാരണം ബാക്കിയുള്ളവരെല്ലാരും ഭയങ്കര ഈ ചിരി ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഉസ്മാൻ വളരെ ലൈറ്റ് ആയിട്ട് ആ മുറിയിൽ ഇരുന്ന് ചിരിക്കാറില്ല, ആ ചിരിയാണത്. അത് തന്നെ നമുക്കത് പെട്ടെന്ന് അതാണ് കാര്യം. അതുപോലെ ടിനിയുടെ എപ്പോഴും പറയുന്ന ഡയലോഗ് ഒരു സാധനമുണ്ട്, അത് പെട്ടെന്ന് ഒരു കൈയടിച്ചു ഒരു സാധനം, ഒരു ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞായിരുന്നു. വേടല്ല ഈ അഭിപ്രായങ്ങൾ അത് പറഞ്ഞ ഒരു സാധനം അവരത് പറഞ്ഞ സാധനം അല്ല, ഫ്രാക്ചർ ഓഫ് സെക്കൻഡിൽ പോലും ഫ്രാക്ചർ അല്ലട്ടോ, ഫ്രാക്ചർ ഓഫ് സെക്കൻഡ്. ഫ്രാക്ചർ ഒടിഞ്ഞാണ്. അതാണ് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് കൈയടി കിട്ടുന്ന ഒരു സാധനം ഓഡിയൻസ് ഇട്ട് കൊടുക്കാന്ന് പറയും. ആ ഒരു കഴിവാണ് ഉസ്മാന്റെ വിജയം. അതുപോലെ മമ്മുക്ക എന്ന് പറയുന്നൊരു നടനെ നിങ്ങൾ അനുകരിച്ചതില്ല, നിങ്ങൾ അതായിട്ട് ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ്. താങ്ക് യു. രണ്ടുപേരും ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. ഒരുപാട് പ്രോഗ്രാംസ് ഇപ്പോൾ ദുബായിലും ബഹ്റിനിലും ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടട്ടെ. ഞങ്ങളെയും കൂടെ ഇടയ്ക്ക് വിളിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ ചേട്ടാ. ഉസ്മാൻ, ടിനി സാറിന് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി സംസാരിക്കുന്നത് കറക്റ്റായിട്ടാണ്. കറക്റ്റ് പഠിച്ചാണ് ചെയ്തിരിക്കുന്നത് ടിനിയുടെ വോയിസ്. താങ്ക് യു സർ. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഡയലോഗായിരുന്നു, അത് നന്നായിട്ട് പറയുകയും ചെയ്തു, അസലായിരുന്നു. പിന്നെ ലിസ്റ്റിലില്ലാത്തായിരുന്നു ഹിമേഷ്, മറ്റേ ഈ ധർമ്മജനൊക്കെ വന്ന് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഉമ്മൻചാണ്ടി, ലാലു അലക്സ് ഒക്കെ കറക്റ്റായിരുന്നു, കറക്റ്റ് ഇതായിരുന്നു. ജനാർദ്ദൻ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് വേറൊരു വോയിസും കൂടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലായത്. മാണി സാറിൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അത് കറക്റ്റ് സംഭവം ചെയ്താൽ എവിടെയോ അതിനകത്ത് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അസലായിരുന്നു. എന്തായാലും അവിടെ നിന്ന് ഇവിടെ വന്ന് ഈ വേദിയിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലേക്ക് വലിയ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രണ്ടുപേർക്ക് സമ്മാനമുണ്ട്. ശാന്തിഗിരി ഹൃദയരഞ്ജനിയുടെ ഗിഫ്റ്റ് ഹാമ്പർ. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ ശാന്തിഗിരി ഹൃദയരഞ്ജനി പെയിൻ റിലീവർ ബാം ആൻഡ് കൈർലി TMT സ്റ്റീൽ ബാസിൽ. ഇനി കലാലോകത്തിന് നമ്മുടെ കോമഡി ഉത്സവം നൽകുന്ന ആദരവ് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. എനിക്ക് തോന്നുന്നു ടെലിവിഷനിൽ ഐഡിയ സ്റ്റാർ സിംഗർ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ് നമ്മുടെ അടുത്ത് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം കൽപ്പന രാഘവേന്ദ്ര. കൽപ്പന അന്ന് ഐഡിയ സ്റ്റാർ സിംഗറിൽ വരണ സമയത്ത് തന്നെ അന്ന് ഓൾറെഡി പോപ്പുലർ ആയിരുന്നു അല്ലേ? ആ സമയത്ത് തന്നെ മലയാളികൾ കൂടുതൽ അറിഞ്ഞത് ആണെങ്കിലും അതിന് മുമ്പേ തമിഴ് റിയാലിറ്റി ഷോയും ഒക്കെ ആയിട്ടല്ലേ യു ആർ ഓൾറെഡി. പക്ഷേ ആദ്യമായിട്ട് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റന്റ് ആയിട്ട് ഞാൻ വന്നത് ഐഡിയ സ്റ്റാർ സിംഗർ ആണ് അല്ലേ? അതിനകത്ത് അന്ന് ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ലോട്ട് അല്ലേ, ഒരുപാട് ഷോസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ഈ ഇൻഡസ്ട്രിയിലൂടെ വരുന്നത് എങ്ങനെയാണ്? അച്ഛൻ ആക്ടറാണ്, സിംഗർ ആൻഡ് മ്യൂസിക് ഡയറക്ടർ. അമ്മയും സിംഗർ. ഞാനും ചെറിയ പ്രായത്തിൽ അറൗണ്ട് 3.5 years ആദ്യമായിട്ട് അഭിനയിച്ച ഫിലിം ഈ നാടെന്ന് പറഞ്ഞിട്ട് IV ശശിധരയുടെ ഡയറക്ഷനിൽ ഐ ആക്ടഡ് ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ്. മൈ ഫസ്റ്റ് ഇൻട്രഡക്ഷൻ ഇൻ ഫിലിം ഇൻഡസ്ട്രി. അത് എനിക്ക് അത്ര ഒന്നും ഓർമ്മയില്ല. പക്ഷേ അമ്മമ്മയൊക്കെ പറയും നെടുമുടി വേണു സാരോടാണ് ആദ്യം ക്യാമറന്റെ മുമ്പ് അഭിനയിച്ചത്. ഞാൻ എന്താ ഡയലോഗ് സംസാരിച്ച് ഒന്നും എനിക്ക് അറിയില്ല, ഒന്നും ഓർമ്മയില്ല എനിക്ക്. And I started singing at the age of 5.5, something like that. And acting, dubbing, singing. ഒരുപാട് ഇത് മൂന്നും ചേർത്ത് നമുക്ക് I couldn't do it properly. ഇതിനകത്ത് സ്കൂൾ, വീണ ക്ലാസ്, ഡാൻസ് ക്ലാസ്, പിയാനോ ക്ലാസ്, I couldn't manage. Then you had to live up to your parents' expectations. പാടുന്നത് അഭിനയിക്കുന്നതിനെക്കാട്ടിലും വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിത് ഒരുപാട് ഈ ലൈറ്റ്സും മേക്കപ്പും ഒക്കെ അതിനെ കൊണ്ട് പാടുന്നതിൽ ഇന്നും ഏറ്റവും ഇഷ്ടം വന്നത്. Then I continued my singing and studies. നമുക്ക് വേണ്ടി ആദ്യം ഏത് പാട്ടാ പാടി തരാൻ പോകുന്നത്? ഞാൻ quite recently I'm launching a cover on the film called The Sound Story. Sound Story Rasul Pookutti സാറുടെ film directed by പ്രസാദ് പ്രഭാകർ സർ. അവരുടെ ഫിലിമിൽ നിന്ന് ഒരു പാട്ട് രാഹുൽ രാജ് സർ മ്യൂസിക് ചെയ്ത ഒരു സോങ് അവർ പുള്ളിയെ പാടി, സുനിത സാരഥി അവർ പാടിയ സോങ് ഞാൻ going to launch the cover. So the film is getting released on April 5th with all your blessings and prayers. നല്ലോണം ഈ ചിത്രം നല്ല വരണം, ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ച്. അതൊരു ഡോക്യു ഫിക്ഷൻ മോഡിലുള്ള സിനിമയാണ്. അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ it took a very very grand shape and it competed in the 91st Oscars in 2000. Yeah, I heard. Long listൽ പോയിട്ടുണ്ടായിരുന്നു. Contention ലിസ്റ്റിലേക്ക് വന്ന്. We're just praying for I'm a part of the team also, so proud to say that we pray for the better thing of. പിന്നെ റസൂൽ പൂക്കുട്ടിക്ക് ഒട്ടും അന്യമല്ലല്ലോ ഓസ്കർ എന്ന് പറയുന്നത്. അതെ. ഓക്കെ, സോ അപ്പൊ അതിനകത്തെ പാട്ടാണോ നമുക്ക് വേണ്ടി ആദ്യം പ്ലേ? ഓക്കെ, ലവ്ലി. सारे ज़माने यादें हमेशा हंसते रहे,
जिंदा सफर की यादों की बारात चलते रहे फन्ना लम्हात की खुशनुमा हर चांदनी बीते ना ये पल बीते ना ये पल दिल की इल्तिजा बीते ना ये पल खुशनुमा हर चांदनी बीते ना ये पल बीते ना ये पल दिल की इल्तिजा बीते ना ये पल ताई मंडे तலை சாய்க்கவா உள்ளூர் வாசம்தான் தாய்ப்பாலின் வாசம் மண்ணின் சகவாசம் அது என்றும் சுகவாசம் காட்டு பறவை பாடும் ஒரு கூட்டு பாட்டு நதியும் உடன் பாடும் சுகமான ஜதி போட்டு தூரல் சிந்தும் மண் வாசம் வீசும் பழமை பேசும் உள்ளூர் வாசம்தான் தாய்ப்பாலின் வாசம் மண்ணின் சகவாசம் அது என்றும் சுகவாசம் காட்டு பறவை பாடும் ஒரு கூட்டு பாட்டு நனியும் உடன் பாடும் சுகமான ஜதி போட்டு உலகங்களே நமதாகுமே உயிர் கூட்டமே உறவாகுமே செவிரண்டுமே விழியாகுமே ஒளியாகுமே படமாகுமே बीते ना ये पल बीते ना ये पल दिल की इल्तिजा बीते ना ये पल ताई मड़ी விழுகிறேன் தாய் மண்ணை വെരി ബ്യൂട്ടിഫുൾ ലൈൻസ്. അതാണ് ഒരു തവണ പോലും കേട്ടിട്ടില്ലാത്ത പാട്ടാണ്. പക്ഷെ ആ പാട്ടിൽ നമ്മളെല്ലാവരും പെട്ടിരുന്നു പോയി എന്ന് വേണം പറയാനായിട്ട്. അത്രയും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഇത് ആണ് റസൂൽ പുക്കുട്ടി സാറിന്റെ പുതിയ പടത്തിലെ പാട്ടല്ലേ? യെസ് സർ. ലവ്ലി. അതാണ് പകുതി ഉറുദു മലയാളം ഇറ്റ്സ് ഗെറ്റിംഗ് റിലീസ്ഡ് ഇൻ മലയാളം ആൻഡ് തമിഴ് സൈമിൾട്ടേനിയസ്ലി. മലയാളത്തിൽ ഉറുദുല എഴുതിയിട്ടുണ്ട്, ഫൗസിയ അബൂബക്കർ എന്ന പുള്ളിക്കാരി അവർ എഴുതിയിട്ടുണ്ട്. തമിഴിൽ വൈരമുത്ത് സാർ എഴുതിയിരിക്കാങ്ക. സോ ഐ തോട്ട് ഐ മിക്സ് ബോത്ത് ദ വേർഷൻ ബിക്കോസ് കേരളത്തിൽ മാത്രമാണ് തമിഴ് പാട്ട് കൂടെ അവർ കേൾക്കുന്നുണ്ട്. എല്ലാ ഭാഷയും കേൾക്കുന്നത് മലയാളിയാണല്ലോ ഉറപ്പായി. അപ്പൊ അന്ന് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഫിനാലയിൽ അന്ന് നിങ്ങൾ എല്ലാവരും അവിടെ വരുമ്പോൾ എല്ലാം, കാരണം അന്ന് പബ്ലിക് വോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നുകൊടുക്കും. ഏതായിരുന്നു അന്ന് പാടിയ പാട്ട് ഓർക്കുന്നുണ്ടോ? അന്ന് പാടിയത് ഒരു ശരിക്കും ഒരു നമ്മുടെ ഒരു മലയാള സോങ് പിന്നെ ഒരു വെസ്റ്റേൺ ക്ലാസിക്കൽ രണ്ട് എടുത്ത് അത് ഒരു മൂന്നും ഒരു ഫ്യൂഷനായിട്ട് ചെയ്ത് പാടിയത്. നമുക്ക് വേണ്ടി അടുത്ത ഏത് പാട്ടാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. La 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 la
തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താനും ഞാലിടാം ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താനും ഞാലിടാം ഏതാണ് സിനിമയിലെ ഇപ്പോ Are you singing something right now? സാർ ഞാൻ മലയാളത്തിലെക്കാട്ടിലും ഏറ്റവും വർക്ക് ചെയ്യുന്നത് തെലുഗിലും തമിഴിലും ഞാൻ എന്താ എനിക്കൊരു ഐ ഹാവ് എ ബാഡ് ഹാബിറ്റ് ഐ ഡോണ്ട് റിമെമ്പർ ദ സോങ്സ് സത്യം പറയണം എന്നാണ് പറയാൻ പാടില്ല പാടി കഴിയുമ്പോഴാണല്ലോ അല്ല വാട്ട് ഐ റിമെമ്പർ വാസ് വൺ ഓഫ് മൈ ഹിറ്റ് ലിസ്റ്റ് ഇസ് പാവി പയലേ ഉയിർ മൂച്ചില കടപോടുറോയാമ ഡാർലിംഗ് ഡംബക്ക് ആ പാട്ട് എല്ലാരും പറയും ഫേമസ് ആണ്. കവർ വേർഷൻസ് ചെയ്യുന്നില്ലേ ഇപ്പൊ ഇതല്ലാണ്ട് are you doing something എന്റെ on YouTube? ആദ്യത്തെ കവർ വേർഷൻ എങ്ങനെ പറഞ്ഞാൽ ഐ തിങ്ക് this is going to be my first cover version. Let it be the start of a lot of them കേട്ടാ ഇതൊരു തുടക്കമാവട്ടെ ബാക്കി ഇനി അങ്ങോട്ട് ഒരുപാടെണ്ണം വരട്ടെ കേട്ടാ രഞ്ജേട്ടാ കൽപ്പനനെ എനിക്ക് ആദ്യം മനസ്സിലായില്ല ശരിക്കും സ്ക്യൂസായി കാരണം എന്താന്ന് പറഞ്ഞാല് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു പിന്നെ ആ കൽപ്പനയാണ് ഈ കൽപ്പന ഞാൻ സംശയമായിരുന്നു കാരണം ഫിനാലയിൽ ദാസേട്ടൻ വന്നിട്ടാണല്ലോ അനൗൺസ് ചെയ്തത് അപ്പൊ ദാസേട്ടന്റെ വീട്ടിൽ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടെന്നൊക്കെ അന്ന് അനൗൺസ് ചെയ്തിരുന്നു അല്ലേ പിന്നെ കൽപ്പനയുടെ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ട്രാജഡി ഉണ്ടായ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന അത്രയും ഞാൻ പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്കിലേക്ക് അങ്ങ് ആ കൽപ്പന തന്നെയല്ലേ ഈ കൽപ്പന എന്നുള്ളത് എന്തായാലും ഈ നാഗര വാട്ടർഫോൾസിന്റെയും ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ട് നമുക്ക് ആ ഒരു ഫീലായിരുന്നു വേൾഡ് വണ്ടേഴ്സിന്റെ കാരണം അന്ന് ഞാൻ ഓർത്ത് എന്തുമാത്രം കപ്പാസിറ്റി ആ ഇംഗ്ലീഷ് സോങ് പാടിയപ്പോഴാണ് ആ വെസ്റ്റേൺ ഭയങ്കര റേഞ്ചിലാണ് പാടിയത് ക്ലാസിക്കാണ് പാടിയത് വെസ്റ്റേൺ ക്ലാസിക്കാണ് ഒരു കുറച്ചൊന്ന് പാടാവോ അത് അപ്പൊ തിരിച്ചെന്റെ റിക്വസ്റ്റ് പ്രകാരം ആ വെസ്റ്റേൺ ക്ലാസിക്കൽ അത് കംപ്ലീറ്റ് റെമിനിസൻസ് ചെയ്താണ് ചെയ്യുന്നത് അല്ലേ ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല ഐ ട്രൈ ടു റീകോൾ ഏതെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. Un pensiero nemico di pace, un pensiero nemico di pace, faccio tempo volevo calacace, faccio tempo volevo bila ho, c'è calore la faccia ingle, un pensiero nemico di pace, un pensiero nemico di pace, c'è calore la faccia ingle, c'è calore la faccia ingle. എവിടെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാം ചെറിയ 2-3 അക്ഷരം മാറിയിട്ടുണ്ടായിരുന്നു മിസ്റ്റേക്ക് ഒരിക്കലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ എനിക്കൊരു ഓപ്പറ ഇതിലേക്ക് പോയിട്ടുണ്ട് റൂമിലൊക്കെ പോകുമ്പോൾ അവിടെ ഓഡിയോ CDs ഇട്ടേക്കണ കേട്ടേക്കണേ ലൈവായിട്ട് നമുക്ക് ഓപ്പറ അധികം കാണാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലൈവായിട്ട് കാണാനും പറ്റി എന്തായാലും ഇവിടെ വന്നതിന് ഞങ്ങൾ അങ്ങോട്ട് താങ്ക്സ് പറയാണ് കാരണം ഇതുപോലുള്ള ലെജൻസ് ആയിട്ടുള്ള സിംഗേഴ്സ് വരുമ്പോഴാണ് ഈ ഫ്ലോറിന് വിലയുണ്ടാവുന്നത് ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇവിടെ സാധാരണ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഭയങ്കര പ്രൗഡായിരിക്കും കാരണം കൽപ്പന വന്ന പാടിയ സ്ഥലത്തൊക്കെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് അതിനു വേണ്ടിയിട്ടൊരു വഴി വീണ്ടും വെട്ടിത്തെളിച്ചതിന് താങ്ക്സ് ഒരു ഫേവറേറ്റ് സോങ് ഒന്ന് പാടിക്കോട്ടെ എനിക്ക് പാടിക്കോട്ടെ അത്രേ ഉള്ളൂ പല നാളലഞ്ഞ മരു യാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ മിഴികൾക്കു മുമ്പിലിതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ വിരിയാനൊരുങ്ങി നിൽക്കയോ പുലരാൻ
why haven't you actually sung any ഒരു cover songs ഒന്നും പാടാത്തത്? കവർ കിട്ടിയില്ല സർ. ഞാൻ കവർ കിട്ടണ്ടല്ലോ. പുതിയ കവർ കിട്ടാത്തതുകൊണ്ട്. ചേട്ടാ ഹായ്, നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ കിടിലം കോമഡി ഉത്സവത്തിൽ വന്ന് ഇങ്ങനെ പെർഫോം ചെയ്തതിന് താങ്ക്സ് പറയുകയാണ്. പ്ലഷർ ആൻഡ് ഓണർ സർ. ഫസ്റ്റ് ടൈം ഐ എം കമ്മിങ് ടു ഫ്ലവേഴ്സ് ടിവി. മലയാളം സിനിമ വേണ്ടെന്ന് വെച്ചിട്ടാണോ അതോ മലയാളത്തിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പിന്നീട് മലയാള സിനിമയിൽ ഒരുപാട് പാട്ടുകളുമായി കൽപ്പന എത്തുമെന്ന്? വിളിച്ചാൽ പാടും, അതെ, വിളിച്ചാൽ ചെയ്യും, ജോലി ചെയ്യും. ബിക്കോസ് ഐ എം എ പ്രൊഫഷണൽ. ഇതിനു വേണ്ടിയാണ് ഞാൻ ജന്മമെടുത്തത്. പാടുന്നത് ദൈവം തന്ന അനുഗ്രഹം. ഏത് ലാംഗ്വേജ് എവിടെയായാലും നമുക്കത് പ്രൊഫഷൻ പാടും. ഉറപ്പായും കൽപ്പനയുടെ പാട്ടുകൾ കൽപ്പനയെ തേടി എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, ഒരുപാട് കവർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കവർ ഉണ്ടാക്കി പാടും. കന്നഡ, തെലുങ്കൊക്കെ പാടി ഞങ്ങളുടെ മലയാളത്തിലൂടെ വന്നിടയ്ക്ക് പാട്ടൊക്കെ പാടണം. എനിക്ക് വളരെ ഇഷ്ടം. ഏത് ലാംഗ്വേജ് ആയാലും, പ്രത്യേകമായിട്ട് മലയാളം, തെലുഗു, തമിഴ് അപ്പടി ഒന്നുമില്ല സർ. ഏത് ലാംഗ്വേജ് ആയാലും പാടണം. മ്യൂസിക് ഈസ് യൂണിവേഴ്സൽ. ബട്ട് എല്ലാ മൊഴിയിലും നമുക്ക് ചാൻസ് കിട്ടുന്നില്ല. ഇത് ദൈവാനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ അത് യാരും അത് പരിക്ക മുടിയാത്. അത് ദൈവം തരുമെങ്കിൽ തീർച്ചയായിട്ടും തരും. എവിടെ ഇരുന്നാലും വന്ന് ചേരും. എന്തായാലും പറയുന്ന പോലെ മലയാള സിനിമയിലും പാട്ടുകൾ കിട്ടട്ടെ. ഞാൻ റെഡി സർ. പാടാൻ വേണ്ടി വിളിച്ചാലും പാടും. വിളിക്കാൻ വേണ്ടി വെയിറ്റിംഗ്, കവർക്ക് വേണ്ടി വെയിറ്റിംഗ്. ചേട്ടാ കൽപ്പന, ഞാനും എൻ്റെ ഫാമിലിയും വലിയ ആരാധകരായിരുന്നു കൽപ്പന. ഒരുപാട് പാട്ടുകൾ അന്ന് കുറച്ച് കാലത്തിന് ശേഷം പിന്നെ കാണാറുണ്ടായിരുന്നില്ല. ഈ ഐഡിയ സ്റ്റാർ സിംഗർ കഴിഞ്ഞ് പിന്നെ കൽപ്പനയെ കൂടുതലായിട്ട് നമ്മളിത് പിന്നെ കാണുന്ന ഇവിടെ വെച്ചാൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരുപാട് മെലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ സംസാരിക്കുകയായിരുന്നു. ഇത് വലിയ ഭാഗ്യം, വലിയ സന്തോഷം. ഞങ്ങൾക്ക് പാട്ട് കേൾക്കാനും കാണാനും ആളെ ഒന്നുകൂടെ കാണാൻ ഞാൻ ഫാമിലി എല്ലാം പോയി പറയും, ഞാൻ കണ്ടു എന്ന് പറയും. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു മാൻ. ഇമ്പോർട്ടൻ്റ് ആയ ഒരു റൂമർ ഉണ്ടായിരുന്നു. മെനി പീപ്പിൾ സെഡ് ദാറ്റ് മലയാളീസ് ആർ നോട്ട് സപ്പോർട്ടിങ് കൽപ്പന ആ കോമ്പറ്റീഷൻ ടൈമിൽ. പക്ഷേ ഞാൻ ഒരു സത്യം പറയണം, എനിക്ക് വേണ്ടി എത്രയോ മലയാളീസ് പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് സർ. ഞാൻ വിജയിക്കണം, ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ ഐ ഹാവ് ടു വിൻ എന്ന്. എനിക്ക് ഇതുവരെ ആരുടെ മുഖം കൂടെ എനിക്ക് കാണാൻ പറ്റില്ല. We all love everybody, sir. And being a musician, I am loved by a lot of Malayalis. I am standing before you. You all love me. You are all respecting me. What more than this? I have lot of Malayali well-wishers. ഉറപ്പായും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ to show our respect to you. Yes, sir. ചേട്ടാ പ്ലീസ് go. ആലാപന മികവുമായ ആസ്വാദകരുടെ മനം കവർന്ന സംഗീത പ്രതിഭയ്ക്ക് കൽപ്പന രാഘവേന്ദ്രൻ കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരം. ഒപ്പം ശാന്തിഗിരി ഹൃദയരഞ്ജിനിയുടെ ഗിഫ്റ്റ് ഹാമ്പർ. It was a great moment to have you here. കേട്ടോ. Same here. എനിക്ക് ഭാഷ അത്രത്തോളം അറിഞ്ഞൂടാ. ഇപ്പൊ ഈ പറഞ്ഞതാണ് നമ്മുടെ ഭാഷ. നിങ്ങളെല്ലാരും വളരെ അഡ്ജസ്റ്റ് ചെയ്യുന്നവര്, നല്ല മനസ്സുകാരാണ്. എന്റെ മലയാളത്തെ താങ്കി പിടിച്ചിങ്ങ. മലയാളം പറയുന്ന ആൾക്കാർ ഇവിടെ കുറവാണ്. അതുകൊണ്ട് it is very nice. കേട്ടോ, സത്യം. Thank you so much. Thanks a lot, Kalpana. Thanks God a lot bless you. for gracing the stage. Thank you, sir. Thank you. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ ശാന്തിഗിരി ഹൃദയരഞ്ജിനി, പെയിൻ റിലീവർ ബാം ആൻഡ് കൈരളി TMT സ്റ്റീൽ ബാസ്. ഇനി അടുത്തത് സ്പോട്ട് ഡബിംഗിനായിട്ട് വരുന്നു ബെൻരാജ്. ഇന്ന് ആർക്ക് വേണ്ടിട്ടാ സ്പോട്ട് ഡബിംഗ്? പകുതിക്കാക്ക് വേണ്ടിയിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ? ഗംഭീരമായിട്ട് പോകുന്നില്ലേ? ഓക്കെ, അപ്പൊ നേരെ സ്പോട്ടിൽ പോയിക്കോ. ഇവിടെ വിഷയം കേട്ടോ. വിളിച്ച സ്ഥിതിക്ക് അത് മാറ്റണ്ട. അതിലൊരു സേഫ് ഡിസ്റ്റൻസ് ഉണ്ട്, അത് നല്ലതാണ്. മാഡത്തിന്റെ പേടി എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ കാര്യത്തിൽ മാഡം പേടിക്കേ വേണ്ട. ഒന്നാമത്തെ കാര്യം, ഞാനൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ടും പ്രതിച്ഛായ ഭയം ഉള്ളതുകൊണ്ടും സ്ത്രീകളോട് ഞാൻ മാന്യേ പെരുമാറുള്ളൂ. ഉദാഹരണത്തിന്, ഒരു പരിചയമില്ലാത്ത നമ്പറിൽ ഒരു മിസ് കോൾ വന്ന ഞാൻ തിരിച്ചു വിളിക്കൂല. അത് വലിയ വിവാദമാകത്തില്ലയോ? രണ്ടാമത്തെ കാര്യം, ഞാനൊരു പെൺകുട്ടിയായിട്ട് കമ്മിറ്റഡാ. മൂന്നാമത്തെ കാര്യം, എന്റെ സങ്കല്പത്തിലെ പെങ്കുച്ചിന് ഇച്ചിരി കൂടെ സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് മാഡം സേഫാ. ഇതാണ് നെൽപ്പാടം. നടാനുള്ള ഞാറുകളാണ് പാടത്ത് കിടക്കുന്നത്. ഞാനിവിടെ എന്ത് ചെയ്യാൻ? നീ ഇവിടെ ഞാറ് നടും. എനിക്ക് ഞാറ് ഇടാനെന്ന് അറിഞ്ഞൂടെ. മാഡം മലയാളം വായിക്കോ? അല്ല, ഈ പുറത്തേക്ക് ജനിച്ചു വളർന്നവർക്കേ മലയാളം എഴുതാനും വായിക്കാനും അറിയാനും മേലായിരിക്കുമല്ലോ. വായിക്കാറില്ലേ? പിന്നെ ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് വായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഡെയിലി 5 പത്രം വായിക്കും, ദേശാഭിമാനി അടക്കം. വേറൊന്നും വായിക്കാറില്ലേ? വേറെ
എന്നതാ? നോവൽ, കഥ, അങ്ങനെ എന്തെങ്കിലും? പിന്നെ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടില്ലേ? ഖസാക്കിന്റെ വേറെ എന്തൊക്കെ വായിച്ചിരിക്കുന്നത്? ഇതിഹാസം വായിക്കാൻ സമയം കിട്ടില്ല. ഒന്ന് ഈ ഫഹദ് എന്ന് പറയുന്നത് എന്തൊരു വേഴ്സ്റ്റൈൽ നടനല്ലേ. പുള്ളിക്ക് ഡബ് ചെയ്ത് ഗംഭീരാക്കിട്ടോ. ഇതാണ് ഫഹദ്. ഇതുവരെയായിട്ടും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കോമഡി ഉത്സവത്തിൽ ഫഹദിന്റെ വോയിസ് പലരും എടുത്തിട്ടുണ്ടെങ്കിലും സിമിലാരിറ്റി മാത്രം വന്നിട്ടുള്ളൂ. ഇത് പെർഫെക്റ്റ് വോയിസ് ഇതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ കോമഡി ഉത്സവത്തിൽ ഒരു ഫഹദ് ജനിച്ചിരിക്കണം. ഫഹദിന്റെ ശബ്ദം യാതൊരു സംശയമില്ല, ഇത്രയും പെർഫെക്ഷൻ ഉള്ള ഒരു ഫഹദ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇനി വരുമായിരിക്കും, പക്ഷേ ഇതാണ് ഫസ്റ്റ്. മോഹൻലാലിന്റെ ഒക്കെ ശബ്ദം ആദ്യം ഒരാൾ അനുകരിക്കുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ല, ആ ഇതിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്, പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ. അസാധ്യമായിട്ട് പെർഫെക്റ്റ് വോയിസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ടോൺ സെപ്പറേറ്റായിട്ട് എടുത്തു പറയാൻ പറ്റില്ല. കാര്യം അത് പഠിക്കണമെങ്കിൽ വലിയ പാടാണ്. ഇപ്പോൾ ചാക്കോച്ചൻ്റെ ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് പേര് അനുകരിച്ചിട്ടില്ല. കാരണം അതൊന്ന് പഠിച്ചെടുക്കണമെങ്കിൽ ഒരാൾ പഠിച്ചെടുത്താൽ ഓക്കെയാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് ഇത് ചെയ്തോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത ആദ്യത്തെ ഫഹദാണ് ഇന്ന്. ഗംഭീരമാണ്, ഉഗ്രം പെർഫെക്ഷൻ ആയിരുന്നു. കാര്യം നമ്മളെ ഈ ഇന്ത്യൻ പ്രണയകഥയിലെ ഡയലോഗ്സിനാണ് തുടക്കം വന്നത്. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഡയലോഗ് തുടങ്ങി കുറേ സിനിമകളുടെ കണ്ടു. ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ട് അനുകരിച്ചു എന്നുള്ള. ഓൾ ദി ബെസ്റ്റ്, അടിപൊളി. വോയിസ് മാത്രമല്ല, അതിനൊരു ലൈഫ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. നമുക്കത് നമ്മൾ എൻജോയ് ചെയ്തു. ഫഹദിൻ്റെ ആ സീനിലെ ഡയലോഗ്സും ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ പറയുന്ന വോയിസായിട്ട് കറക്റ്റ് മാച്ച് ആയതുകൊണ്ട് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് ചിരിച്ചുകൊണ്ട് അത് മുഴുവൻ കണ്ടത്. പിന്നെ ഒരു പുതിയ താരോദയം എന്തായാലും ഫഹദിൻ്റെ ശബ്ദത്തിലൂടെ ഈ ലോകം മുഴുവൻ പ്രശസ്തനാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ശാന്തിഗിരി ഹൃദയരഞ്ജിനിയുടെ ഗിഫ്റ്റ് ഹാമ്പർ കേട്ടാ. എൻ്റെ കാലക്കനാണ് കേട്ടാ. ഇത് കണ്ട് നേരത്തെ രഞ്ജനം പറഞ്ഞ പോലെ ആൾക്കാർ ഇനി പഠിക്കും ഫഹദിനെ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാന്നുള്ളത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ നിങ്ങൾ. താങ്ക്സ് ലോട്ട് കേട്ടോ. ഈ ഉത്സവം കൊടിയിറക്കാൻ പോവാണ്. ഓക്കെ രഞ്ജേട്ടാ, പറഞ്ഞോട്ടാ, ഷാജേട്ടാ, ഇന്നത്തെ ഉത്സവം കൊടിയിറങ്ങുന്നു. അടുത്ത ഉത്സവത്തിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. Yeah.